ഹായ്, ഇന്ന് സാരിയൊക്കെ എടുത്ത് ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്വന്തം നന്ദു ചേട്ടൻ്റെയും അപ്പൂൻ്റെയും കുഞ്ഞുമാവയുടെ നൂലുകെട്ടാണ് ഗൈസ്. ഫംഗ്ഷൻ ചേട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ടല്ല, അവളുടെ വീട്ടിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ആനാട് വരെ പോണമായിരുന്നു. പക്ഷെ അതൊക്കെ ഞങ്ങൾ ഒരു ഫംഗ്ഷൻസിനും കറക്റ്റ് ടൈമിന് പോയ ചരിത്രമേ ഇല്ല ഗൈസ്. അതുകൊണ്ട് തന്നെ ആസ് യൂഷ്വൽ പോലെ ഞങ്ങൾ ലേറ്റ് ആണ് ഗൈസ്. പൊതുവെ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇറങ്ങുന്നതെങ്കിൽ കറക്റ്റ് സമയത്തിനൊക്കെ എത്താൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ അത് പോട്ടെ, ഇപ്രാവശ്യം ഒരു ട്വിസ്റ്റ് ഉണ്ട്. എല്ലാവരും പല പല സമയത്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ എത്തിയപ്പാടെ ഓടി കുഞ്ഞാവിടെ അടുത്തേക്കാണ് പോയത്. അവളെ ഭയങ്കര കനിച്ചിലായിരുന്നു. ബൈദവേ കുഞ്ഞാവിടെ പേര് നൈറ ശ്രീജിത്ത്. എല്ലാവരെയും കൂടെ ഒരുമിച്ച് കണ്ടോണ്ടാണെന്ന് അറിയില്ല, അവളെ മൂടേ ശരിയില്ലായിരുന്നു. അവൾ ആരെടുത്ത് എടുക്കും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം അങ്ങോട്ടും കൊണ്ടും കളിയാക്കി കഥയൊക്കെ പറഞ്ഞിരുന്നു എല്ലാവരും കൂടി. ഈ ഒരു ഫംഗ്ഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യലാണ്. എന്താന്നല്ലേ, ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഫസ്റ്റ് ബേബിയാണ് നൈറ മോൾ. നോർമലി ഞങ്ങൾ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാറുണ്ടെങ്കിലും പക്ഷെ അതിൽ ചിലരൊക്കെ മിസ്സിംഗ് ആയിരിക്കും. ഇങ്ങനെ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോഴാണ് എല്ലാവരെയും ഒന്ന് ഒരുമിച്ച് കാണാൻ പറ്റുന്നത്. പക്ഷെ ഇന്നും കൂട്ടത്തിൽ കുറച്ചു പേരൊക്കെ മിസ്സിംഗ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അടുത്ത ഫംഗ്ഷൻ ഇനി എപ്പോഴാണെന്നൊക്കെ ആലോചിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത് നല്ല പൂക്കളും ചെടികളൊക്കെ വിൽക്കുന്ന ഷോപ്പ് ഉണ്ടായിരുന്നു. എനിക്ക് ചുറ്റും ഭയങ്കര ഇഷ്ടമാണ് പൂക്കളും ചെടികളൊക്കെ മേടിക്കാനൊക്കെ. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ചു പോയൊരു സാധനം ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. സോ അതുകൊണ്ട് തന്നെ ഒന്നും മേടിക്കാൻ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നെക്സ്റ്റ് ജനറേഷനിലെ ഞങ്ങളുടെ ഫസ്റ്റ് ബേബിയായ നയറമോളുടെ നൂലുകെട്ടിന് ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയും എക്സൈറ്റഡും ആയിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടേക്ക് കെയർ, ബൈ.